ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അടിപൊളിയായിട്ട് റീൽസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രാൻസിഷൻ ടൂട്ടുകൊണ്ട് വീഡിയോ ആണ്. സോ ആ ലൈറ്റ് മോഷനിൽ പുതുതായി വന്നൊരു എഫക്റ്റാണ് വാർപ്പ് ബ്ലർ. സോ ആ എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യം പ്രിവ്യൂ കണ്ടോക്കാം. ഈ ഒരു ട്രാൻസിഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ഒരു വീഡിയോയിൽ നിങ്ങൾ ആദ്യം കണ്ടായ ഒരു കളറിങ് കൂടെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. സോ നമുക്കിങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനപ്പോൾ എൻ്റെ ലൈറ്റ് മോഷനിലൂടെ കട്ട്സൊക്കെ ബീറ്റിനനുസരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുപോലെ സെറ്റാക്കിയിട്ട് ഇതേപോലെ ഒരു ട്രാൻസിഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. സോ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു കട്ട്സിൽ കാണിച്ചു തരാം. ആ കട്ട്സ് ക്ലിക്ക് ചെയ്ത് സെൻട്രലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് നമുക്ക് ഫസ്റ്റിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. റൈറ്റിലേക്ക് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതേപോലെ തന്നെ നമുക്ക് എൻഡിലും ഈ ഒരു ട്രാൻസിഷൻ കൊടുക്കാം. സോ നമ്മൾ എവിടെ നിന്നാണോ കട്ട്സ് വന്നത് അവിടേക്ക് തന്നെ ഈ കട്ട്സ് വീണ്ടും കൊണ്ടുപോകാം. എന്നിട്ട് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ എന്നിട്ട് നമുക്ക് ബാക്ക് അടിച്ച് നെക്സ്റ്റ് ടൈം നമുക്ക് ഇതിലേക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് അതിന് തന്നെ ഫസ്റ്റ് കട്ട്സ് എടുക്കാം. ഫസ്റ്റ് കട്ട്സ് എടുത്തിട്ട് അതിൽ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ടൈൽസ് എഫക്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡായി നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് ഓക്സിലൈറ്റ് എന്ന് പറഞ്ഞ സെർച്ച് ചെയ്ത് ഓക്സിലൈറ്റ് എഫക്റ്റ് ആഡ് ആക്കിയിട്ട് അതിൻ്റെ ആംഗിൾ നമുക്കൊരു 19 ആക്കി കൊടുക്കാം. സോ ഒരു 19 അബവ് ആക്കിയിട്ട് ഫ്രീക്വൻസി ഒരു 3 ആക്കി കൊടുക്കാം. ഒരു 3 ആക്കിയിട്ട് മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് 0 ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോയി ഫ്രണ്ടിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമുക്കൊരു 200 ആക്കി കൊടുക്കാം. സോ ഒരു 200 ആക്കിയിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയി സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ആയി കാണാം. സോ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആക്കേണ്ടി വരും. സോ നമുക്കിവിടെ 3 ലൈൻ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് അടിയിലെടുക്കണ ഓക്സിലേറ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് സോ അതിൻ്റെ ഫ്രീക്വൻസി മാഗ്നിറ്റ്യൂഡിൻ്റെ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്തിട്ട് ബാക്ക് അടിച്ച് വീണ്ടും നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് എക്സ്പ്ലോഷൻ ഗാമ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡാക്കി കൊടുക്കാം. സോ സെർച്ച് ചെയ്ത് എക്സ്പ്ലോഷൻ ഗാമ ആഡാക്കിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് സെൻട്രലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് റൈറ്റിലും ലെഫ്റ്റിലും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കൊണ്ടുപോയിട്ട് ഫസ്റ്റിലായിട്ട് തന്നെ നമുക്ക് രണ്ട് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 13 ആക്കി കൊടുക്കാം. സോ രണ്ടിൻ്റെ വാല്യൂ 13 ആക്കിയിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. എഫക്റ്റ് ആഡ് ആക്കിയിട്ട് ഫസ്റ്റ് തന്നെ സെൻട്രൽ കീ ഫ്രെയിം ആഡ് ചെയ്ത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കൊണ്ടുപോകാം. എന്നിട്ട് സെൻട്രൽ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കി കൊടുക്കാം. സോ എന്നിട്ട് നമുക്ക് ബാക്ക് അടിക്കാം. വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് വാർപ്പ് ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. സോ വാർപ്പ് ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ബ്ലർ ആഡ് ആക്കിയിട്ട് ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ആക്കി അത് എൻഡിലേക്ക് കൊണ്ടുപോകാം. സോ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. 0 ആക്കിയിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്കൊരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ആ എൻഡിൽ കൊടുത്തതിൻ്റെ വാല്യൂ നമുക്കൊരു 800 ആക്കി കൊടുക്കാം. സോ 800 ആക്കിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കുക. സോ എന്നിട്ട് നമുക്ക് അവിടെ XY എന്നൊക്കെ കാണും. സോ അതിൽ Y ആക്കി കൊടുക്കാം. Y ആക്കുമ്പോൾ നമുക്ക് ഒരു ട്രാൻസിഷൻ ഇവിടെ ക്രിയേറ്റ് ആയി കാണാം. സോ എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആക്കാം. സോ സെക്ഷനിൽ പോയിട്ട് വാർപ്പ് എഫക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാം. സോ സ്ട്രെങ്ത്തിന് മാത്രം വാല്യൂ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ആക്കിയിട്ട് ഇവിടെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കാം. സോ സെറ്റാക്കിയിട്ട് നമുക്ക് നേരെ ബാക്ക് എന്നിട്ട് നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോവാം. ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഓക്സിലൈറ്റ് ഷേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഓക്സിലൈറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ആക്കി കൊടുത്താൽ മതി. അതിന് ചേഞ്ച് ഒന്നും വേണ്ട. പിന്നെ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് മോഷൻ ബ്ലർ ആഡ് ആക്കാം.
മോഷൻ ബ്ലർ കൂടെ ആഡ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ട്രാൻസിഷൻ. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ എഫക്റ്റ് എല്ലാം ജസ്റ്റ് കോപ്പി ചെയ്ത് അപ്പുറത്തുള്ള കട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ എല്ലാത്തിലും നമുക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.